ക്യാപ്സിക്കം കുറച്ച് ചെറുപ്പത്തിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും കുറച്ചും കൂടി വലിപ്പമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇവിടെ ഞാൻ അധികം നട്ടിട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ പ്രാവശ്യം മാത്രം ഒരു 4 ചെടി പച്ചമുളകിൻ്റെ ഇടയിൽ നിന്ന് വന്നതാണ്. അവർ 4 പേരും പൂത്തിട്ടുണ്ട്. 4 പേർക്കും കായ വന്നിട്ടുണ്ട്. ഇതാ 4 പേരും കായ പൊട്ടിക്കാറായിട്ടില്ല തോന്നുന്നു, എന്നാലും വലിപ്പം വന്നിട്ടുണ്ട്. ഇലയുടെ ഇടയിലാണ് നിൽക്കുന്നത്. ഇതൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതാകട്ടെ, പച്ചമുളകും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. കുക്കുംബർ നട്ടതാണ്. ഒരു 5 കായ വരെ പറിച്ചു. പക്ഷേ ഏതോ ഒരു കായ്ക്ക് ഒരു കയ്പ്പ് രസം വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് കായാണെന്നറിയില്ല, ചെടി ഏതാണെന്നും അറിയില്ല, ഒന്നിച്ച് പറിച്ചതല്ല. പക്ഷെ ഞാൻ ഇതുവരെ നട്ടിട്ടുള്ള കുക്കുംബറിൽ വെച്ചിട്ട് ഏറ്റവും മോശപ്പെട്ടതാണിത്. നല്ലതാണ് ഇതുവരെ നട്ടിട്ടുള്ളത്. നല്ല നീളമുള്ള കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്, പച്ച കളറിലുള്ളതുണ്ട്, അതുപോലെ ലൈറ്റ് പച്ചയായിട്ടുണ്ട്. അങ്ങനെ പലതും ഞാൻ നട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു ഇതായി. കുത്തിയത് കൊണ്ടാണോ, ഈച്ച കുത്തിയത് കൊണ്ടാണോ കൈപ്രസം വന്നതെന്ന് എനിക്കറിയത്തില്ല. അതോ അതിൻ്റെ സ്വഭാവമാണോ അത് കാണിച്ചിരിക്കുന്നതെന്നും അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം 3 ദിവസം വെള്ളമില്ലാതെ വന്നതിൽ കരിഞ്ഞു പോയിരിക്കുന്ന അമരയ്ക്ക, അതിനും ഒരു പ്രാണി വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രാണീനെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് വെള്ളം ബക്കറ്റിലെടുത്തിട്ട് അതിലേക്ക് ആ പ്രാണി ഇരിക്കുന്ന ഭാഗം കുടഞ്ഞിട്ടിട്ട് അങ്ങനെ പ്രാണികളെ കൊന്നിരുന്നു. ഇപ്പം ഈ അമരയ്ക്കും ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ, നിന്നതിന് ശേഷം നോക്കാം. നല്ലോണം പൂക്കുന്നുണ്ട്, പൂ വരുന്നുണ്ട്. പക്ഷേ അത് അങ്ങോട്ട് കായ ആയിട്ട് മാറുന്നില്ല. അവിടെ ഇവിടെയൊക്കെ മാത്രമായിട്ടാണ് കായ. പക്ഷെ ഉണ്ടാകുന്നത് അത്ര അങ്ങോട്ട് ഒരു പോരാ. ഇതെന്തെങ്കിലും കേടാണോ എന്നും എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ഇതാണ്. പിന്നെ നമ്മൾ നട്ടിരിക്കുന്നത് വഴുതനയാണ്. ഈ വഴുതനയുടെ 4 എണ്ണം പറിച്ചു കഴിഞ്ഞു. കായ ഇതിങ്ങനത്തെയാണ്. തൊടിയിൽ വേറെ കൃഷി പറമ്പുണ്ട്. ആ പറമ്പിൽ വഴുതനങ്ങ ലൈറ്റ് പച്ച കളറിൽ നീളത്തിലുള്ള വഴുതനങ്ങ, നല്ല സുന്ദരിയാണ് കാണാനൊക്കെ. അങ്ങനെയുള്ളതാണ് വഴുതനങ്ങ. ഇതിൽ തന്നെ 3 തരം വഴുതനങ്ങയാണ് കിടക്കുന്നത്. ഇത് വെള്ളയാണ്. വെള്ളയെന്ന് പറഞ്ഞാൽ വെള്ളയല്ല, ലൈറ്റ് പച്ച ഉണ്ട. അതുപോലെ വേറൊരു തരം അങ്ങനെ അറ്റത്ത് വേറെ ഒരു തരം, ഇങ്ങനെ വരയുള്ള ഒരു തരം. ഇത് ഞാൻ 3 മാസമേ ആയിട്ടുള്ള ഒരു മുരിങ്ങ കൊണ്ട് വെച്ചിട്ട് ഈ പ്രാവശ്യം പൂത്തിട്ടുണ്ട്. കായപ്പൂവാണോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അത് 2-3 ദിവസം കൂടെ കഴിഞ്ഞാലേ അത് അറിയുള്ളൂ. അങ്ങനത്തെ ഒരു മുരിങ്ങയാണ്. അപ്പം ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ എൻ്റെ കൃഷി. പിന്നെ കുമ്പളങ്ങ, പടവലങ്ങ, കയ്പ്പയ്ക്ക, വഴുതനങ്ങ, ഇത്രയും പറമ്പിൽ ഉണ്ട്. ഈ വഴുതനങ്ങ നോക്കുമ്പോൾ കണ്ടോ, ഇത് വേറൊരു ടൈപ്പല്ലേ, വേറൊരു ടൈപ്പാണ് ഇത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് 2 പ്രാവശ്യമായിട്ട് ഞാനിവിടെ പറിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം വീഡിയോ ഇടാൻ, നമ്മൾ ക്യാപ്സിക്കത്തിനെ കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
എൻ്റെ ഈ ക്യാപ്സിക്കം ചെടി കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളോട് എല്ലാവരോടും എപ്പോഴും പറയുന്നതാണ്, ഒന്ന് സഹായിക്കുക, സഹകരിക്കുക. ക്യാപ്സിക്കം ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാപ്സിക്കം കണ്ടിട്ട് ഭയങ്കര ഒരു അതിശയം തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിലും ഇത്ര ഭംഗിയായിട്ട് ഇതുണ്ടാകുമോ എന്നുള്ളത്. പറിക്കാറായിട്ടും തോന്നില്ലേ? പറിക്കട്ടെ. ഇനി ഇതിലൂടെ വലിപ്പം ആകാനുണ്ട്. എല്ലാവരും കാണുന്നവർ വിചാരിക്കും ഇതിനെ എന്താണ് ഇത്ര അതിശയം. പക്ഷേ എനിക്കിത് അതിശയമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇതുവരെ നട്ടതിൽ വെച്ചിട്ട് ക്യാപ്സിക്കം ഇതുപോലെ പിടിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര അതിശയം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.